ഇവാസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫ്ലൈറ്റാണ് നമ്മൾ ഫോണ്ടൻറ്റിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഐസിങ് എല്ലാം ചെയ്യുന്നുണ്ട്. ബ്ലൂ കളർ ആഡ് ചെയ്ത വിപ്പിംഗ് ക്രീമിലാണ് ഞാൻ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി മേഘത്തിൻ്റെ ഒരു എഫക്റ്റ് വരാനായിട്ട് വൈറ്റ് ക്രീമും കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നമ്മളത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ നമ്മുടെ ഫൈനൽ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കുന്നതാണ്. ഇനി ഫ്ലൈറ്റ് നമുക്ക് ഫോണ്ടൻറ്റിൽ ചെയ്തെടുക്കാം. ഫോണ്ടൻറ്റ് എങ്ങനെ സെറ്റാക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കസ്റ്റമർ റെഫറൻസ് പിക്ക് നമുക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പും ഇതെല്ലാം വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് പോർഷനായി കോക്ക്പിറ്റിൻ്റെ ഭാഗമാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മുമ്പിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയ റെഫറൻസ് പിക്കിലുള്ളത്. അപ്പോൾ അതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് ഉരുട്ടിയെടുത്ത് പയ്യൊന്ന് മുമ്പിലേക്കൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ ബോഡി നമ്മൾ ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡിൽ വിങ്സ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം ജസ്റ്റ് ഞാൻ അവിടെ ഒന്നൊരു വരയിട്ട് കൊടുക്കുന്നുണ്ട്. ആ വിങ്സ് ഞാൻ പലതവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് നമ്മളത് സെറ്റായതിനു ശേഷം ആ ഹോളിലൂടെ കൂടെ നമുക്കത് കയറ്റി വെക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനൊരു ബോക്സിൻ്റെ ഒരു പേപ്പർ, കട്ടിയുള്ള പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ആ വിങ്സ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലുള്ള വിങ്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ആ പേപ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ കളർ ഇളകുന്ന ടൈപ്പൊന്നും അല്ല, ലാമിനേഷൻ പേപ്പർ പോലത്തെ ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു വാട്ടറിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മൾ കസ്റ്റമറിനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അവിടെ ഒരു പേപ്പറിൻ്റെ ഒരു അംശമുണ്ട്, ഒന്ന് നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ വിങ്സിൻ്റെ അറ്റത്തായിട്ട് ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിപ്പുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ പേപ്പർ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ അതിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വിങ്സിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഈ ഫ്ലൈറ്റിൻ്റെ എൻജിൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ഹോൾ പോലെ കാണുന്നുള്ളത് കൊണ്ട് ഒരു ടൂൾസ് വെച്ച് ജസ്റ്റ് ഒരു ഹോൾ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മളത് 2 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിങ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് അല്ലാത്ത ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി റെഫറൻസ് പിക്കിൽ കാണിച്ചേക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ടെയിൽ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ബ്ലൂ കളറിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫോണ്ടൻറ്റിൽ നേവി ബ്ലൂ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഇച്ചിരി വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി ഫ്ലൈറ്റിൻ്റെ ടെയിൽ ഭാഗത്തായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അതിന് സ്റ്റെബിലൈസർ എന്നാണ് പറയുന്നത്. അത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതുകൊണ്ട് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറയാം. അത് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് നമ്മൾ 2 എണ്ണം കട്ട് ചെയ്യുന്നുണ്ട്. 2 എണ്ണം കട്ട് ചെയ്തിട്ട് മുകളിലും താഴെയായിട്ട് നമ്മൾ ഒന്ന് വാട്ടർ വെച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ 2 ഭാഗത്തും വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഇനി സൈഡിൽ നമ്മൾ നല്ലൊരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ മാറ്റിൽ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ലെവലിൽ കിട്ടുമേ. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ കാണാം നമുക്ക് ആ 3 സൈഡ് നല്ല കറക്റ്റ് ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അറ്റത്തായിട്ട് നമുക്കൊന്ന് അമർത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി 2 സൈഡിലേക്കുള്ള സ്റ്റെബിലൈസറാണ്, ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ എന്ന് പറയും. അത് വെച്ച് കൊടുക്കാനായിട്ട് പേപ്പറിൽ സെയിം നമ്മൾ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ചെയ്ത ആ 2 സംഭവങ്ങൾ നമ്മൾ 2 സൈഡിലേക്കുമായിട്ടൊന്ന് വെച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് വിൻഡോസ് വരച്ചു കൊടുക്കാനായിട്ടാണ്. അപ്പോൾ 0 സൈസ് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കളേഴ്സ് മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് മാജിക് ആട്ടോ. ആദ്യം എൻജിൻ്റെ റൗണ്ടിലുള്ളത് നമുക്ക് ബ്ലാക്ക് കളർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എൻജിൻ നമുക്ക് 2 സൈഡിലും വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിൻഡോസ് വരച്ചു കൊടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം തന്നെ ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ബ്രഷും കൊണ്ട് തന്നെ സ്ക്വയറിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് വിട്ട് കൊടുക്കാം. അറ്റം വരെ വരച്ചു കൊടുക്കണേ. പിന്നെ ഫ്രണ്ട് പോർഷനിലും കൂടി നമുക്ക് അങ്ങനെ ബ്ലാക്ക് കളർ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് റെഫറൻസ് പിക്കിൽ കാണിച്ചിരിക്കുന്ന പോലെയൊക്കെ ഒന്ന് എഴുതി ഒന്ന് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ റെഫറൻസ് പിക്കിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫ്ലൈറ്റ് നമ്മളിതാ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണ്ടന്റിൽ ഉണ്ടാക്കിയ ഫ്ലൈറ്റ് നമുക്ക് കേക്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലൈറ്റ് തീമിലുള്ള നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇതിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതിൻ്റെ എഴുതിയതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണണേ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.